കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലിക്ക് അല്പസമയത്തിനകം മുംബൈയിൽ തുടക്കമാകും. ശിവാജി പാർക്കിലാണ് പരിപാടി. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ഇടത് പാർട്ടികൾ ഇല്ല. ക്ഷണം ലഭിച്ചെങ്കിലും CPIM പങ്കെടുക്കുന്നില്ല. അതേസമയം മെഗാ റാലിയിൽ നിന്ന് ഇടത് പാർട്ടികൾ വിട്ടുനിന്നതിനെതിരെ കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മത്സരിക്കുന്നതാണ് ഇത്തവണ റാലിയിൽ പങ്കെടുക്കാതിരിക്കാൻ ഇടത് പാർട്ടികൾ കാരണം പറയുന്നതെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട് പറഞ്ഞു. ശ്രീ ചാണ്ടി ഉമ്മൻ 24-നൊപ്പം ചേരുകയാണ്. മുംബൈയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അവസാന ദിന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഈ യാത്രയിൽ ഉടനീളവും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവസാനിക്കാൻ പോവുകയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും രാഹുൽജി 10,000 കിലോമീറ്റർ ഈ രാജ്യത്തിന് വേണ്ടി നടക്കുകയും അതോടൊപ്പം തന്നെ ഈ യാത്രയിലൂടെ 6,000 കിലോമീറ്റർ മൊത്തം 10,000 കിലോമീറ്റർ നടക്കുകയും യാത്രയൊക്കെ ചെയ്തത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ അത് വളരെയധികം സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യാത്രയുടെ പേര് തന്നെ ഭാരത് ജോഡോ ആണ്, ഒന്നിപ്പിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ മുന്നണി ഇപ്പോൾ ഇന്ത്യ അലയൻസ് പോലെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പലരും വിട്ടുപോകുന്നു, ഒന്നിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അതല്ല, ഇപ്പം ഇന്ന് പരിപാടി പങ്കെടുക്കാത്ത ആരാ? ഇടതുപക്ഷ നേതാക്കന്മാർ. അപ്പം ഇന്ന് പറയുന്ന കാരണം എന്താ? രാഹുൽജി മത്സരിക്കുന്നു, KC മത്സരിക്കുന്നു കേരളത്തിൽ. അപ്പം കഴിഞ്ഞ ജോഡോ യാത്രയ്ക്ക് എന്താ കശ്മീർ വരായിരുന്നത്? മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, മണിപ്പൂരിൽ നിന്ന് തുടങ്ങി മഹാരാഷ്ട്ര വരെ എത്തുന്നതിനിടയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. നിതീഷ് കുമാർ മുന്നണി വിട്ടു പോകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ കണ്ടു. അതിനിടയിലും SP-യുമായൊക്കെ സഖ്യമുണ്ടാക്കാനൊക്കെ ആയത് നേട്ടമായി കരുതുമ്പോഴും ഒടുവിൽ ഈ അവസാനം സമാപനത്തിൽ ഇടത് പാർട്ടികൾ വിട്ടുനിൽക്കുന്നത് കല്ലുകടിയാകുമോ? ഇടതു പാർട്ടികൾ വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു അതിർത്തി ഉണ്ട്. ദേശീയ തലത്തിൽ ഒരു മുന്നണിയായി മാറിയതിനു ശേഷം അതിൻ്റെ ഒരു റാലി ഇന്നിപ്പോൾ വെച്ച് നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അത് മുന്നണിക്ക് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം, അത് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു സന്ദേശം, അതൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതാണ്. അല്പസമയം മുമ്പ് KC വേണുഗോപാലുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ പാർട്ടികളുടെയൊക്കെ തന്നെ നേതാക്കളെ നേരിട്ട് ക്ഷണിച്ചതാണ്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടി അധ്യക്ഷന്മാർക്കൊക്കെ തന്നെ കത്ത് നൽകിയതുമാണ്. എന്നിട്ടും പങ്കെടുക്കാതിരിക്കുന്നത് അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുതായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ചാണ്ടി ഉമ്മനും സമാനമായ പ്രതികരണം നടത്തി. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് BJP-യുമായി CPM-നുള്ള ഒരു ബന്ധമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ബന്ധം ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മത്സരിക്കുന്നതാവും ഒരുപക്ഷെ ഇപ്പോഴുള്ള ഒരു കാരണമായി എടുത്തു പറയുന്നത്. മുന്നണി സമവാക്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് കോൺഗ്രസ് അത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്നൊരു ആരോപണം ഒരു പരിധിവരെ CPM ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ഇതിനു മുമ്പ് ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ പതിപ്പ് കശ്മീരിൽ അവസാനിച്ചപ്പോൾ അതിൽ എന്തുകൊണ്ട് CPM പങ്കെടുത്തില്ല എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയൊരു നയമായി, പുതിയൊരു സാഹചര്യമായി കാണേണ്ടതില്ല. ഇത് CPM-ന്റെ ഒരു പൊതു നിലപാടായി കാണേണ്ടി വരും എന്നതാണ് ചാണ്ടി ഉമ്മന്റെ വിമർശനം. ഏതായാലും CPM-ഉം CPI-യും വിട്ടു നിൽക്കും. നേരത്തെ CPI കശ്മീരിൽ നടന്ന ആദ്യ ഭാരത് ജോഡോ യാത്രയുടെ അവസാന ദിനം പങ്കെടുത്തിരുന്നു. ഇത്തവണ CPI-യും വിട്ടു നിൽക്കുകയാണ്. പക്ഷേ ഈ രണ്ട് പാർട്ടികളെ മാറ്റി നിർത്തിയാൽ നിലവിൽ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ DMK നേതാവ്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്ന് അഖിലേഷ് യാദവ്, ബീഹാറിൽ നിന്ന് തേജസ്വി യാദവ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ, മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ